നിമിഷം നമ്മുടെ തലകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വണക്കാം. ബാരക്കുമോർ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ കേട്ടതുപോലെ കാൽവറിയിൽ ഞങ്ങൾക്കായി യാഗമായി തീർന്ന ദിവസത്തിൻ്റെ യഥാർത്ഥമായ ഓർമ്മയും അനുസ്മരണവും ഞങ്ങൾ നടത്തുന്ന ഈ ദിവസങ്ങളിൽ അവിടുത്തെ സാന്നിധ്യവും കൃപയും ഞങ്ങൾക്കോടൊപ്പം ഉണ്ടായിരിക്കണമേ. കേൾക്കേണ്ടുന്ന വചനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് പകർന്നു നൽകണമേ. നിന്നെ കാണുവാനും നിന്നെക്കുറിച്ച് അറിയുവാനും നിന്നെക്കുറിച്ച് ചിന്തിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ നന്മയ്ക്കോ ഞങ്ങളുടെ അനുഗ്രഹത്തിനോ വേണ്ടിയല്ല നാഥ, തിരുനാമൗത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരണമേ. വന്നുകൂടിയിരിക്കുന്ന ഏവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഏവർക്കും അവിടുന്ന് തന്നെ ആശ്വാസദായകനും സങ്കേതസ്ഥാനവുമായിരിക്കണമേ. വിവിധ തരവേദനകളാൽ ഭാരപ്പെടുന്നവരുണ്ട്, വിവിധ ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും ആശ്വാസം അവിടുത്തെ പരിശുദ്ധ സ്ലീബ മാത്രമാണ്. ആ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ആ വിശ്വാസത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും രോഗികളായിരിക്കുന്നവരെയും എല്ലാം അവിടുന്ന് കാത്തുകൊള്ളണമേ. ഉചിതമായ സമയത്ത് അവിടുത്തെ കരുണയുടെ വാതിൽ തുറക്കുകയും ശ്രീഭണ്ഡാരങ്ങളിൽ നിന്ന് യഥാർത്ഥമായ നന്മരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയ ഇമ്പങ്ങളുടെ പറുദീസയിൽ ആശ്വസിപ്പിക്കണമേ. ആയത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ധ്യാനഗുരുവുമായിരിക്കുന്ന അഭിമന്യ തെയോദോസ്യോസ് തിരുമേനി, വന്യരമ്പാച്ചന്മാരെ, കർത്താവിൽ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അഭിമന്യ തിരുമേനിയുടെ വാക്കുകൾ ആമുഖമായി എനിക്കും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് തിരുമേനിയുടെ വാക്കുകൾക്ക് വേണ്ടി ഞാനും ആവശ്യപ്പെട്ടത്. മലങ്കര സഭയുടെ പ്രധാന ആത്മീയ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലത്തെ യഥാർത്ഥമായ ഭക്തിയുടെ ഊർജം ശേഖരിച്ച വ്യക്തിയാണ് അഭിമന്യ തിരുമേനി. അതുകൊണ്ടാണ് അഭിമന്യ തിരുമേനിയുടെ വാക്കുകൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. രണ്ട് വാക്കുകളെ അതിൽ നിന്ന് കടമെടുത്തുകൊണ്ട് പ്രസംഗത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ധ്യാനത്തിലേക്ക് കടക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്നാമതായിട്ട് അഭിമന്യ തിരുമേനി പറഞ്ഞതാണ്, നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട്, ഇവിടെ എല്ലായിടത്തും കറുത്ത നിറം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കറുത്ത നിറം വിരിച്ചിരിക്കുന്നു. അഭിമന്യ തിരുമേനി നമ്മളെ ഓർമ്മപ്പെടുത്തി, ഇത് ദുഃഖത്തിന്റെ, വേദനയുടെ, കണ്ണുനീരിന്റെ, അനുതാപത്തിന്റെ യഥാർത്ഥമായ സമയമാണ്. നമുക്കറിയാം, കറുപ്പ് രണ്ട് രീതിയിലാണ്. രണ്ടല്ല മൂന്ന് രീതിയിലാണ്. ഒന്ന്, ഒരു ദുഃഖത്തിന്റെ അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും മരിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിന്റെ മുൻവശത്ത് ഒരു കറുത്ത കൊടി കുത്തും. വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ബാഡ്ജിൽ കറുത്ത റിബൺ കുത്തിവെക്കാനായിട്ട് ശ്രമിക്കും. ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേക സാമ്പത്തികമായ ഭദ്രതയുടെ ഭാഗമായി ആരെങ്കിലും അടക്കം നടക്കുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആ പന്തല് മുഴുവനും കറുപ്പുകൊണ്ട് അലങ്കരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. യാതൊരു സംശയമില്ല, സഭയുടെ ദുഃഖത്തിന്റെ നാളാണ്. മണവാളൻ ദുഃഖിച്ചാൽ മണവാട്ടി ദുഃഖിക്കാതിരിക്കാൻ സാധ്യമല്ല. സഭ മണവാളനാണ് എങ്കിൽ മണവാട്ടിയായ സഭയ്ക്ക് ദുഃഖിക്കാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. കർത്താവിന്റെ വേദന സഭയുടെ വേദന തന്നെയാണ്. തലയാകുന്ന ക്രിസ്തുവിന്റെ വേദന ശരീരമാകുന്ന സഭയുടെ വേദനയാണ്. അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. എന്നാൽ രണ്ടാമത് മറ്റൊരർത്ഥമുണ്ട്. ഞങ്ങൾ വൈദികര് ദുഃഖത്തിന്റെ സമയമല്ലെങ്കിലും വിവാഹ കൂദാശയുടെ സമയത്ത് പോലും കറുത്ത വസ്ത്രം ധരിക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാ? കറുത്ത വസ്ത്രം ധരിക്കുന്നത് ഒരിക്കലും ഒരു ദുഃഖത്തിന്റെ മാത്രമല്ല. ഞാൻ പറയുന്ന വാക്കുകളെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ദുഃഖം അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ദുഃഖത്തിന്റെ മാത്രമല്ല. വൈദികര് കറുത്ത വസ്ത്രം ധരിക്കുന്നത് അനുതാപത്തിന്റെ വസ്ത്രമായിട്ടാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ നിനവയുടെ അനുതാപത്തിന് കാരണമായി തീർന്നപ്പോൾ അവർ ചാക്ക് ധരിച്ചു, ചാരം ദേഹത്തൂടെ വിതറി. അങ്ങനെ ആദ്യത്തെ കറുത്ത വസ്ത്രത്തെ കാണുവാനായിട്ട് സാധിക്കുമെന്ന്
വ്യാഖ്യാനം വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടാനുഭവ ആഴ്ച നമ്മുടെ അനുതാപത്തിന്റെ കാലഘട്ടമായി തീരുവാൻ വേണ്ടി സഭ ആഗ്രഹിക്കുന്നു, സഭാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു. എന്താണ് നമ്മുടെ അനുതാപത്തിന്റെ ആവശ്യം? യാതൊരു സംശയമില്ല, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ മാത്രമല്ല, ലോക ക്രൈസ്തവ ജനത മുഴുവനും അനുതാപത്തിലേക്ക് നയിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇത്. എന്തുകൊണ്ട്? യേശുദമ്പുരാൻ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടാനുഭവ ആഴ്ചയുടെ നമസ്കാരത്തിൽ പറയുന്നുണ്ട്, തോട്ടം നട്ടുണ്ടാക്കി, അതിൽ മുന്തിരി തൈകൾ നട്ടു, അതിന് വെള്ളമൊഴിച്ചു, അതിന് വളമിട്ടു, അതിന്റെ ചുവടുകൾ കൊത്തിക്കിളച്ച് അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, അതിന്റെ ശാഖകളെ ചെറുതായിട്ട് മുറിച്ച് അതിൽ നല്ല മുന്തിരിങ്ങകൾ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചു. വന്നതോ വന്യഫലം, ഉപയോഗിക്കുവാൻ കൊള്ളാത്ത ഫലം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥമാണ് അവിടെ കാണിക്കുന്നത്. ഉണ്ടാകുമെന്ന് ദൈവം ആഗ്രഹിച്ചത് നല്ല ഫലമാണ്. ഒരു വ്യക്തിയെ ലോകത്തിലോട്ട് വിടുമ്പോൾ ദൈവത്തിന്റെ രക്ഷണ്യ പ്രവർത്തനത്തിന്റെ തുടർച്ചയ്ക്ക് അവൻ നിദാനമാകുമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഒരുവനെ ലോകത്തിലേക്ക് വിട്ടപ്പോൾ ദൈവത്തിന്റെ പ്രതീക്ഷകൾ അല്പം കൂടി വിശാലപ്പെടുത്തി ദൈവം സ്വർഗത്ത് നോക്കി, ഒരുത്തനെങ്കിലും എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് കാണാൻ. സങ്കീർത്തനക്കാരൻ തുടർന്ന് പറയുന്നുണ്ട്, ഒരുവൻ പോലും അന്വേഷിക്കുന്നില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഇല്ല എന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നെങ്കിൽ നമ്മുടെ ചിത്രമാണ് അവിടെ കാണുന്നത്. ദൈവത്തെ അന്വേഷിക്കാത്ത, ദൈവത്തെ അറിയാത്ത ഒരു കാലഘട്ടം, വന്യഫലം കായ്ക്കുന്ന ഒരു കാലഘട്ടം, വ്യക്തിഗത ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഇത് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, കറുപ്പ് എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെതാണ്. മൂന്നാമതായിട്ട് കറുപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെയുമുണ്ട്. ഒരു പക്ഷെ 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ പിതാവ് കൂടെ ആയതുകൊണ്ട് എനിക്ക് അറിയാം, കറുപ്പിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. എന്താ കറുപ്പിന് മറ്റൊരർത്ഥം കൂടി? സ്വന്തം ഭാര്യ, എന്റേത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ആരുടെ ഭാര്യമാരായിരുന്നാലും ഗർഭം ധരിക്കുന്നു എന്ന് കേട്ട്, അല്ലെങ്കിൽ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ ഉടനടി കുങ്കുമപ്പൂ മുതലുള്ള എല്ലാ വസ്തുക്കളെയും അവരെ കൊണ്ട് തീറ്റിക്കും. എന്തിനു വേണ്ടിയാ? ഉണ്ടാകുന്ന കുഞ്ഞിന് എത്രയും വെള്ള നിറമുണ്ടാകാമോ അത്രയും വെള്ള നിറമുണ്ടാകണം. ഒരു പക്ഷെ ഞാൻ ഈ കറുപ്പ് നിറത്തെ കാണുമ്പോൾ എന്റെ മനസ്സിൽ കൂടെ കടന്നു വരുന്ന ചിന്ത ഇതാണ്, അനുതാപത്തിന്റെ ദുഃഖത്തിന്റെ അവസ്ഥ ഈ കറുപ്പ് നിറം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. എങ്കിൽ കൂടി അതിനേക്കാളും മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഇന്നിന്റെ പ്രത്യേകത ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ വേണ്ടിയല്ല. ഇന്നിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കറുപ്പ് നിറമുള്ള ആളുകളെ എന്നും നമ്മുടെ അടുക്കൽ നിന്ന് അകറ്റി നിർത്താറുണ്ട്. സൗന്ദര്യത്തിന്റെ പ്രതീകമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് വെള്ള നിറമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പാട്ടുകാരൊക്കെ പാടിയേക്കാം, കറുപ്പിന് 7 അഴകെന്നും 8 അഴകെന്നും ഒക്കെ പദ്യം എഴുതുമ്പോൾ അവിടെ വ്യാഖ്യാനിച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കുഞ്ഞിന് നിറം വെള്ളയാകണമെന്ന് ആഗ്രഹിച്ച ഒരു പിതാവാണ് ഞാൻ എങ്കിൽ യാതൊരു സംശയമില്ല, കറുത്ത നിറത്തെ അവഗണിക്കപ്പെടുന്ന വിഭാഗത്തിന്റെ പ്രതീകമായി ചിന്തിക്കുവാൻ, ചിത്രീകരിക്കുവാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുരിശിലേക്കൊന്ന് നോക്കിയാൽ മതി. ലോകത്തിന്റെ മുഴുവൻ ആളുകളുടെയും നിന്ന സഹിച്ച, അപമാനം സഹിച്ച, തള്ളപ്പെട്ട അനുഭവം സഹിച്ച ഒരാളുടെ പ്രതീകമാണ് ക്രിസ്തു. ലോകത്തിൽ ആരെ തള്ളിപ്പറയുന്നുണ്ടോ? ലോകത്തിൽ ആരെ തള്ളിപ്പറയുന്നുണ്ടോ അവിടെയെല്ലാം യാതൊരു സംശയമില്ല, ക്രിസ്തു തള്ളിപ്പറയപ്പെടുകയാണ്, ക്രിസ്തു മാറ്റപ്പെടുകയാണ്, ക്രിസ്തു നിന്ദിക്കപ്പെടുകയാണ്. അതിന്റെ പ്രതീകം കൂടിയായി കറുപ്പ്. നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണോ? ഞാൻ എൻ്റെ ക്രിസ്തുവിനെ ദൂരത്തേക്ക് മാറ്റി നിർത്തുകയാണോ? എന്നെ സ്നേഹിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങള് പരാതിപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ, എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണോ നമ്മൾ? അങ്ങനെ ക്രിസ്തുവിനെ അവഗണിക്കപ്പെടുന്നവരായി നാം മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒന്നാമതായിട്ട് ഞാൻ കറുപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞു. രണ്ടാമതായിട്ട് അഭിമന്യ തിരുമേനി പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത് ഒരു കുരിശിന്റെ കാര്യമാണ്. എന്റെയും നിങ്ങളുടെയും അയ്യത്ത് ഉണ്ടായ, അല്ലെങ്കിൽ പറമ്പിലുണ്ടായ തടിയെടുത്ത്, അത് ആഞ്ഞിലിയുടെ ആയിരുന്നാലും
തേക്കിന്റെ ആയിരുന്നാലും മഹാഗണിയുടെ ആയിരുന്നാലും ഈട്ടിയുടെ ആയിരുന്നാലും തടി എടുത്തുകൊണ്ടുവന്ന് ക്രോസായിട്ടൊരു സാധനം ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന കുരിശ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ നിന്ന് ആരാധിക്കുന്നത് വിഗ്രഹത്തോട് ഉള്ള ആരാധനയല്ലേ എന്ന് ഒരു പക്ഷേ നമ്മുടെ മനസ്സ് മന്ത്രിച്ചേക്കാം. നമ്മുടെ മനസ്സ് മന്ത്രിച്ചില്ലെങ്കിലും നമുക്ക് ചുറ്റും നിൽക്കുന്നവർ നമ്മളെ കൊണ്ട് മന്ത്രിപ്പിച്ചേക്കാം. എവിടെയാണ് കുരിശിന്റെ സ്ഥാനം? കുരിശ് ഒരു വിഗ്രഹമാണോ? കുരിശ് ഒരു വിഗ്രഹം മാത്രമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുന്നത് നിരവധി ആളുകളാണ് എന്ന് എനിക്കറിയാം. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇവിടെ നിന്ന് പ്രസംഗിച്ച ആളെന്നും അതിന്റെ ഫീഡ്ബാക്ക് അറിഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കറിയാം ഇതിന്റെ വ്യാപ്തി എവിടെ വരെ പോകുന്നത്. ഞാൻ പറയുന്നു, സംസ്കൃതം അല്പം പഠിച്ച ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുന്നു, കുരിശ് ഒരു വിഗ്രഹം തന്നെയാ. എന്നതാ വിഗ്രഹം? വിഗ്രഹം എന്ന വാക്കിന് വിശേഷാൽ ഗ്രഹിപ്പിക്കുന്നത് എന്തോ അതാണ് വിഗ്രഹം. വിഗ്രഹം അതിൽ തന്നെ ഒതുങ്ങി നിൽക്കാനല്ല, വിഗ്രഹം മറ്റൊന്നിനെ വിശേഷാൽ ഗ്രഹിപ്പിക്കുകയാണ്. ഈ കുരിശ് എന്തിനെയാണ് വിശേഷാൽ ഗ്രഹിപ്പിക്കുന്നത്? കർത്താവിനെയാണ്. അതുകൊണ്ട് അഭിമന്യ തിരുമേനി വളരെ വ്യക്തമായി ഓർപ്പിച്ചു, കുരിശിത രൂപത്തെ ക്രൂശിൽ വെക്കത്തില്ല. കാരണം ക്രൂശ് അത് തന്നെ മറ്റൊരാളിനെ വിശേഷാൽ ഗ്രഹിപ്പിച്ചു തരികയാണ്. ഇതിനകത്തിരിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം വ്യക്തമായി കേൾക്കുവാനായി സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് കയറണം. ക്രൂശ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കാനല്ല, ക്രൂശ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടി കയറിപ്പോകണം. ഉദാഹരണം, ഞാനും നിങ്ങളൊക്കെയും ഉപയോഗിക്കുന്ന മറ്റൊരു വിഗ്രഹത്തെ പറഞ്ഞു തരാം. ഗൾഫില് ജോലി ചെയ്യുന്ന പിതാക്കന്മാരുടെ മക്കളെ, ഗൾഫിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പടം എടുത്ത് കാണിച്ചിട്ട് പറയും, ഇത് നിന്റെ അപ്പനാണെന്ന് പറയും. ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇത് നിന്റെ പിതാവാണ്. ആ കാണുന്ന ചിത്രമല്ല, അതിൽ കാണുന്ന നീലയും പച്ചയും മഞ്ഞയും വെള്ളയും നിറമല്ല ആ കുട്ടിയുടെ പിതാവ്. പിന്നെ എവിടെയാണ്? ആ ചിത്രത്തിൽ കൂടി കടന്നു പോകണം. ആ ചിത്രം മാത്രമായി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികത എങ്ങും എത്തത്തില്ല. ഒരുപക്ഷെ കുരിശിൽ നമ്മുടെ ആധ്യാത്മികത നിർത്താമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആധ്യാത്മികത പൂർണ്ണമാകത്തില്ല. അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ക്രൂശ് എന്ന് പറയുന്നതിലൂടെ, അല്ലെങ്കിൽ കുരിശ് എന്ന് പറയുന്നതിലൂടെ കയറിപ്പോകണം. അതുകൊണ്ട് ആ ദുഃഖവെള്ളിയാഴ്ച വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. തൊട്ടടുത്ത വാചകത്തിൽ സ്ലീബായെ നീ എഴുന്നള്ളി വരുമ്പോഴെന്നല്ല, ക്രൂശിൽ കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ക്രൂശിലൂടെ പോകണം. എവിടെ വരെ? മശിഹ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണം. ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. രണ്ടാമതായിട്ട് അഭിമന്യ തിരുമേനിയുടെ പാദങ്ങളെ ഞാൻ വീണ്ടും പിന്തുടർന്നുകൊണ്ട് പറയുന്നു, കുരിശ് എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. എപ്പോഴും നമുക്കറിയാം, ഒരു സൈൻ ബോർഡ് അതെങ്ങും ചെന്നെത്തുന്നില്ല, പക്ഷേ ആ സൈൻ ബോർഡ് വഴി കയറിപ്പോകുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ഓരോ ഐക്കണുകളുടെയും പ്രത്യേകത. നമുക്ക് അതിലൂടെ യാത്ര ചെയ്ത് യഥാർത്ഥമായ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീരണം. കഴിഞ്ഞ ഈ പെസഹ ഹോശാനയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഈ കഷ്ടാനുഭവിച്ച ഇവിടെ ഇരിക്കുന്ന, ഇവിടെ പ്രസംഗിക്കുന്ന എനിക്കും ഓരോ റോളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഹോശാനയുടെ ദിവസം എന്റെ റോൾ എന്തായിരുന്നു? നിങ്ങളുടെ റോൾ എന്തായിരുന്നു? കുരിശും എടുത്തുകൊണ്ട് അഭിമന്യ തിരുമേനി ഈ ദേവാലയത്തിന് ചുറ്റും നടന്നു. അഭിമന്യ തിരുമേനിയുടെ, അല്ലെങ്കിൽ ഒരു പള്ളിയില് കുരിശും എടുത്തുകൊണ്ട് നടന്ന എന്റെ സിമ്പൽ, അല്ലെങ്കിൽ ഞാൻ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കഴുതയെ പ്രതിനിധാനം ചെയ്യുക. യാതൊരു സംശയമില്ല, ഞാൻ അന്ന് ഹോശാനയ്ക്ക് പ്രതിനിധാനം ചെയ്തത് ഒരു കഴുതയുടെ രൂപമായിട്ടാണ്. എന്താ കഴുതയുടെ രൂപമായി ഞാൻ മാറ്റപ്പെട്ടത്? ക്രിസ്തുവിനെ ഞാൻ എൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ഹോശാനയുടെ ദിവസം ക്രിസ്തുവിനെ തോളിലെടുത്തത് കഴുതയാണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ അവിടെ കഴുതയുടെ രൂപം എടുക്കുക. വീണ്ടും നമ്മൾ ഓരോരുത്തരും ഏത് രൂപമാണ് അന്ന് സ്വീകരിച്ചത്? ഓർത്തു നോക്കിയാൽ അറിയാം. യേശു തമ്പുരാനെ ഹോശാന പാടിയ ദിവസം കുഞ്ഞുങ്ങള് ഹോശാന പാടുന്നുണ്ട്, യുവാക്കള് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുന്നുണ്ട്, വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ കുരുത്തോലകൾ പേറി ഹോശാന പാടുന്നുണ്ട്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മള് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തപ്പം
ഇതിലേതെങ്കിലും ഒരു റോളാണോ പങ്കെടുത്തത്? അതോ ചുറ്റുവട്ടം നടക്കുന്നവരുടെ മുഖവും വസ്ത്രവും നോക്കിക്കൊണ്ടായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്? നമ്മുടെ കയ്യിലിരുന്ന കുരുത്തോലകൾ കൊണ്ട് മറ്റൊരാളുടെ ദേഹത്തിലൊന്ന് മുട്ടിച്ച് അതിലൊരു സംതൃപ്തി അടയുന്ന പരീശന്മാരുടെ, ശ്രാപ്പേന്മാരുടെ അല്ലെങ്കിൽ ശാസ്ത്രിമാരുടെ ഭാവമായിരുന്നു നമ്മുടെ ഭാവം. ഇനി ഇങ്ങോട്ട് വരുമ്പം ഓരോ ദിവസമുണ്ട്, ഞാൻ യൂദായുടെ റോളാണോ, ഞാൻ ഒറ്റിക്കൊടുത്തവന്റെ റോളാണോ, ഞാൻ തള്ളിപ്പറഞ്ഞവന്റെ റോളാണോ, ഞാൻ വിധിച്ചവന്റെ റോളാണോ, ഞാൻ കുരിശിൽ കിടന്നുകൊണ്ട് ആക്ഷേപിച്ചവന്റെ റോളാണോ, ഞാൻ ഇന്നും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ റോളാണോ, എന്റെ റോൾ ഏതാണ്? ഇത് ചിന്തിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. അവിടെയാണ് നമ്മുടെ ധ്യാനം പൂർണ്ണമാകുന്നത്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി കർത്താവിൽ ശരണപ്പെട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വേദഭാഗം. ഒരുപക്ഷെ എൻ്റെ വേദവായനകളുടെ കുറവ് കൊണ്ടായിരിക്കാം അധികം വാക്യങ്ങളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരാറില്ല. പക്ഷെ ചില വാക്കുകൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള, പലരും വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ചില വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് സ്പർശിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇത്. വിശുദ്ധ മത്തായി സുവിശേഷം 27-ാം അധ്യായം 19-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. വിശുദ്ധ മത്തായി സുവിശേഷം 27-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇന്നിന്റെ വാക്കുകളുടെ പ്രസക്തി. മറ്റൊരാളോട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, മറ്റൊരാളെ ഏതെല്ലാം രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന, ഹയർ സെക്കൻഡറിയിൽ ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എനിക്കറിയാം പരീക്ഷ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെയെല്ലാം പ്രചോദിപ്പിക്കണമെന്ന്, കുഞ്ഞുങ്ങളെ എങ്ങനെയെല്ലാം ഉപയോഗിക്കണമെന്ന്. അതിനുവേണ്ടി വാക്കുകൾ നിരവധിയായി ഉപയോഗിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആളുകളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രമാത്രം വാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും ഉച്ചരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു വാക്ക് ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുന്നതാണോ എന്ന് ചിന്തിക്കുവാനായിട്ടിടയാകണം. എത്ര വാക്കുകൾ പല സമയത്തും നമ്മുടെ ലൂസ് ടോക്ക് എന്ന് പറയും, വ്യർത്ഥമായ സംസാരം എവിടെയെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നമുക്ക് അറിയാം. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, രണ്ട് വ്യക്തികൾ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ ഏത് തരക്കാരാണെന്ന് വ്യക്തമായിട്ട് അറിയുവാനായിട്ട് കഴിയും. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അവരുടെ സംസാരം അതിന് ഉപയുക്തമാണ്. രണ്ട് വ്യക്തികൾ മറ്റൊരാളുടെ കുറ്റമാണ് പറയുന്നതെങ്കിൽ അവർ താഴ്ന്ന ഇനത്തിൽപ്പെട്ട ആളുകളാണ്. രണ്ടാമതായിട്ട് രണ്ട് വ്യക്തികൾ കൂടുന്നുവെങ്കിൽ അവരൊരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവരല്പം കൂടെ വിശാലപ്പെട്ട ആളുകളാ. അല്ലെങ്കിൽ മറ്റൊരാളുടെ നന്മയാണ് പറയുന്നതെങ്കിൽ അവരല്പം കൂടെ നല്ല ആളുകളാ. മൂന്നാമതായിട്ട് രണ്ട് വ്യക്തികൾ കൂടിയിരിക്കുമ്പോൾ അവിടെ ആശയങ്ങളാണ് സംവേദിക്കപ്പെടുന്നതെങ്കിൽ അവർ ഏറ്റവും നല്ലവരായ വ്യക്തികളാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പല സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ദേവാലയത്തിൽ വന്നിരുന്നാൽ ഉൾപ്പെടെ എന്തോരം സംസാരിക്കുന്ന ആളുകളാ. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര ഭണ്ഡാരം സംസാരത്തിന്റെ തുറമുഖമായി നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, എത്ര സംസാരിക്കുന്ന ആളുകളാ. ഇതുപോലെ മറ്റൊരാൾക്ക് പ്രയോജനം വരുത്തുന്ന എത്ര സംസാരമുണ്ട്. രണ്ടാമതായിട്ട് ഈ വാക്യം എന്റെ മനസ്സിലേക്ക് വരാനായിട്ട് കാരണം സ്ത്രീകളുടെ വാക്കുകൾക്ക് എപ്പോഴും പുരുഷന്മാർ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അതിന് വിളിക്കുന്ന പേരാണ് തലയണ മന്ത്രം. ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന ഉപദേശത്തിന് ആരംഭകാലം മുതൽ ഇന്ന് വരെ ഏദൻ തോട്ടത്തിൽ വെച്ച് ഹൗവ ആദാമിന് കൊടുത്ത പഴത്തോടൊപ്പം കൊടുത്തത് തലയണ മന്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഇന്ന് നടക്കുന്ന വിവാഹം വരെയുള്ള ഭാര്യമാരെ പറ്റി പറയുന്ന ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണ് തലയിണ മന്ത്രം. എന്നാൽ വേദപുസ്തകത്തിൽ അതിന് വിപരീതമായ ഒത്തിരി സംഭവങ്ങൾ എടുത്തു പറയാനായിട്ട് സാധിക്കും. അതിലെ പ്രസക്തമായ ഒരു സംഭവമാണ് ഇവിടെ. എന്താണ് ആ സംഭവം? പീലാത്തോസ്
യേശു തമ്പുരാനെ വിധിക്കുവാനായി തയ്യാറെടുക്കുന്നു. ആ സമയത്ത് പീലാത്തോസിന്റെ ഭാര്യ ഒരു ആളിനെ വിട്ടിട്ട് അവനോട് പറയുകയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. അവൻ മുഖാന്തരം ഇന്ന് സ്വപ്നത്തിൽ ഞാൻ വളരെ കഷ്ടത അനുഭവിച്ചു. 4 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിച്ചു കൊള്ളാം. 4 കാര്യങ്ങൾ. വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടെ വരട്ടെ. വിശുദ്ധ മത്തായ സുവിശേഷം 27-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ച് അവനോട് പറയുന്നത്, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. അവൻ മുഖാന്തരം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം അനുഭവിച്ചു. 1-ാമത്തെ ആശയത്തിലേക്ക് വരട്ടെ. ഈ സ്ത്രീ ഇങ്ങനെ പറയുവാനുള്ള കാരണം ഒരു സൃഷ്ടാവ് ബന്ധമാണ്. വളരെ വ്യക്തമായ ആ സ്ത്രീ പറയുന്നുണ്ട്, നീ അവന്റെ കാര്യത്തിൽ ഇടപെടരുത്, കാരണം അവൻ എന്റെയും നിന്റെയും സൃഷ്ടാവാണ്. നീ അവന്റെ കാര്യത്തിൽ വിപരീതമായി നിൽക്കരുത്. നമ്മളിവിടെ പാടുന്നുണ്ട്, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ തള്ളുകയാണ്. ഇങ്ങനെ തള്ളുവാനായിട്ട് ഇടയവരരുത്, കാരണം ഞാൻ അവന്റെ സൃഷ്ടിയും അവൻ എന്റെ സൃഷ്ടാവുമാണ്. ഈ ബോധ്യം നമ്മുടെ മനസ്സിൽ എത്ര കാലം ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഓരോ കാലഘട്ടങ്ങളിലെ വേദപുസ്തക വായനകളായിരുന്നാലും പത്രവായനകളായിരുന്നാലും ആധുനിക കാലഘട്ടത്തിന്റെ ജീവിതചര്യകളായിരുന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സൃഷ്ടാവാണ് എന്റെ ദൈവം എന്നുള്ള ചിന്ത അപ്രത്യക്ഷമായിരിക്കുക. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തെ വേർതിരിച്ച രംഗമാണ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? നീ ആരാകുന്നു കർത്താവേ? ഇത് ഒരു ദൈവത്തെയും വിളിക്കുന്നതല്ല പൗലോസ് അപ്പോസ്തലൻ മറിച്ച് ഒറ്റക്കാരെ ചോദിക്കുന്നുള്ളൂ, കർത്താവായ നീ ആരാണ്? എന്താണ് കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം? കർമ്മം ചെയ്യുന്നവൻ ആരോ അവനാണ് കർത്താവ്. എന്റെ ജീവിതത്തിൽ കർമ്മം ചെയ്യുന്നവൻ ആരോ അവനാണ് കർത്താവ്. ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡോക്ടർ എൻ കൃഷ്ണൻ നായർ സാർ എന്ന് പറയും, മലയാളത്തിലെ പ്രഗത്ഭരായ പ്രസംഗകരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ് ഡോക്ടർ എൻ കൃഷ്ണൻ നായർ സാറ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഇന്റർനെറ്റിലൂടെ സ്ഥിരമായി കേൾക്കാനായിട്ട് ആഗ്രഹിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, മനുഷ്യന്റെ ഭാവം എന്ന് പറയുന്നത് ദൈവത്തെ പോലും മറക്കുന്നതാ. മനുഷ്യന്റെ ഭാവം എന്ന് പറയുന്നത് ദൈവത്തെ പോലും തള്ളിപ്പറയുന്നതാ. എന്താ മനുഷ്യന്റെ ഭാവം? ഞാൻ നേരെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നേരെ നിൽക്കുന്നതെന്നാ. എന്റെ സമ്പത്ത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഞാൻ നിലനിർത്തുന്നതെന്നാ. ലോകത്തിലും സമൂഹത്തിലും ഞാനാണ് ഏറ്റവും വലിയവനെന്നാ. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, 6 അടി നീളവും 3 അടി വീതിയുമുള്ള ഒരു വ്യക്തിയെ എടുത്ത് ഇലക്ട്രിക് ശ്മശാനത്തിനകത്ത് വെച്ച് കത്തിച്ചാൽ വെറും 58 ഗ്രാം ചാരമായി ഒതുങ്ങും. 6 അടി നീളവും 3 അടി വീതിയുമുള്ള എന്നെയും നിങ്ങളെ എടുത്ത് ഇലക്ട്രിക് ശ്മശാനത്തിനകത്ത് വെച്ച് കത്തിച്ചാൽ വെറും 58 ഗ്രാം ചാരമായി തീരും. ഈ 58 ഗ്രാം ചാരം ഒരു തെങ്ങിന്റെ മൂട്ടിലോട്ട് എടുത്തിട്ടാൽ അതിലുണ്ടാകുന്ന വെള്ളക്കായുടെ വെള്ളത്തിന്റെ ഭാരം പോലുമില്ല. പിന്നെയും ഞാനും നിങ്ങളും അഹങ്കരിക്കുക, സൃഷ്ടാവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം. എന്റെ ആധുനിക കാലഘട്ടത്തിലെ സുഖ സൗകര്യങ്ങളും സുഖലോലുപതകളും ഒത്തുചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ തയ്യാറാ. അതുകൊണ്ടല്ലേ പല സാഹചര്യങ്ങളിലും IPL ക്രിക്കറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് പോകത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, എനിക്ക് നിങ്ങൾക്ക് ഒക്കെ എത്ര ദിവസമായി ഭൂമിയിലെ ആയുസ്? എനിക്ക് നിങ്ങൾക്കൊക്കെ ദൈവം അനുവദിച്ച് തന്നിട്ടുള്ളത് എത്ര ദിവസമാ? അത് ലക്ഷക്കണക്കിന് ദിവസമൊന്നുമില്ല, വെറും 27,000 അല്ലെങ്കിൽ 26,000 ദിവസം. ഈ 26,000 ദിവസത്തിലെ ആദ്യത്തെ 5,000 ദിവസം കഴിയും ദിവസങ്ങളെ കുറിച്ചൊന്ന് പഠിക്കണമെങ്കിൽ. ഇരിക്കുന്നിടത്ത് തന്നെ പല കാര്യങ്ങളും സാധിച്ചുകൊണ്ടിരിക്കുന്ന തലത്തിൽ നിന്ന് എന്റെ ദിവസങ്ങളും എന്റെ മാസങ്ങളും എന്റെ സമയങ്ങളും ഞാനൊന്ന് അറിഞ്ഞെടുക്കണമെങ്കിൽ 5,000 ദിവസം കഴിയും. വീണ്ടും അവസാനത്തെ 5,000 ദിവസം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, ദ അൾട്ടിമേറ്റ് കോമ സ്റ്റേജ് എന്ന് പറയും. ആത്യന്തികമായ ഒരു കോമ സ്റ്റേജ്. ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതെന്ന് സ്വയം വർണ്ണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏത് അച്ഛന്മാര് ചോദിച്ചാലും അച്ഛനോട് പറയും, അച്ഛാ ഇനി അങ്ങ് മരിച്ചാ മതി, ജീവിതത്തിന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി അങ്ങ് മരിച്ചാ മതി.
കാലനക്കാൻ വയ്യ, കൈ അനക്കാൻ വയ്യ, നടു അനക്കാൻ വയ്യ, തല അനക്കാൻ വയ്യ. ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം എടുത്താൽ ആ എടുക്കുന്നവരോട് പറയും, അതിനകത്ത് ദയവായിട്ട് ഉപ്പിടരുത്. അകത്തോട്ട് ചായ എടുക്കാൻ പോകുന്ന ആളിനോട് പറയും, ദയവായിട്ട്, ഞങ്ങൾ അച്ഛന്മാരുൾപ്പെടെ പറയും, അതിനകത്ത് മധുരമിടരുത്. പിന്നീട് ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തോടൊപ്പവും ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കുന്ന മെഡിക്കൽ കോമ സ്റ്റേജ്. പിന്നെ ആകെയുള്ളത് വെറും 15,000 ദിവസം. അന്ന് അത്രയും ദിവസത്തെ അഹങ്കാരമാണോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്? സൃഷ്ടാവ് എവിടെ നിൽക്കുന്നു എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത അഹങ്കാരം. ചെറിയ ഒരു ഈച്ച വിചാരിച്ചാൽ എന്റെ ജീവിതത്തെ തീർക്കാവുന്ന അവസ്ഥ. ഞാൻ അകത്തോട്ടെടുക്കുന്ന ശ്വാസം ഒന്ന് ഉക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് തടസ്സപ്പെട്ടാൽ തീരാവുന്ന ജീവിതം മാത്രമേ ഉള്ളൂ എന്റെ ഈ 15,000 ദിവസത്തെ യഥാർത്ഥമായ ജീവിതമെന്ന് നമ്മൾ ആരെങ്കിലും എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായെങ്കിൽ യാതൊരു സംശയമില്ല, ദൈവത്തിന്റെ മുമ്പാകെ വരുമ്പം 2 കണ്ണുകളും നിറഞ്ഞ് ഒഴുകും. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന്റെ ജീവിത അന്ത്യ കാലഘട്ടം വരെ കണ്ണുകൾ രണ്ടും നിറഞ്ഞ ഒഴുകിയിട്ടുണ്ട്, കണ്ണിന്റെ പോളകൾ അഴുകിയിട്ടുണ്ട് എന്ന് പിതാക്കന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? എന്റെ സുഖവും എന്റെ സൗകര്യങ്ങളും എന്റെ സൃഷ്ടാവിന്റെ മുകളിലല്ല. ഇന്നത്തെ ആധ്യാത്മികത എവിടെയാ നിൽക്കുന്നേ? എനിക്ക് എന്റെ സൃഷ്ടാവിനേക്കാളും വലുത് ഞാൻ തന്നെയാ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മുടെ പ്രസക്തിയെ കുറിച്ച് പറയും. പള്ളിയിൽ റാസ ഇറങ്ങുമ്പം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തൊണ്ടയൊക്കെ ഇടറി വിളിച്ചു പറയും, ദയവായിട്ട് ഞാൻ പറയുന്ന നിരയൊന്ന് പാലിക്കണം. എന്നതാ ഞാൻ പറയുന്ന നിര? ഏറ്റവും മുമ്പിൽ കുരിശ്, അതിന് തൊട്ടുപിറകെ മെഴുകുതിരിക്കാല്, അതിന് ചേർന്ന് വേദപുസ്തകം. ഈ റാസ ഇറങ്ങണം. പല സാഹചര്യങ്ങളിലും അച്ഛന്മാരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും മുമ്പിൽ, ഇതിനു മുമ്പിലായിട്ട് ചില ആളുകൾ നടക്കും. അത് പോകട്ടെ, റാസയുടെ സുഗമമായ നടത്തിപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണെന്ന് പറയാം. ഏറ്റവും ഒടുവിലായ അച്ഛന്മാര് പറയും, മേക്കട്ടിയുടെ ഇടയിൽ അംശവസ്ത്രം ധരിച്ച്, ദൈവത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന അംശവസ്ത്രം ധരിച്ച് നടക്കുന്ന പുരോഹിതൻ മാത്രമേ കാണാവൂ. അന്നേരവും നമ്മുടെ ആളുകള്, ചില ആളുകളുണ്ട്, മുണ്ടും തിരിച്ചു മടക്കി പുറകോട്ട് കുത്തിക്കൊണ്ട് ഒരു നടപ്പുണ്ട്. ഞാൻ നയിക്കുന്നതുകൊണ്ടാ ഈ റാസ മുഴുവനും നടത്തപ്പെടുന്നതെന്നൊരു ചിന്ത. കണ്ണുകൾ വേണമെങ്കിൽ ഒരു തീക്കണ്ണോടാക്കിയേക്കും. എന്നതാ കണ്ണുകളുടെ തീക്കണ്ണിന്റെ പ്രത്യേകത? ചോപ്പിക്കും. പുരുഷന്മാരുടെ കണ്ണുകൾ ചുമക്കുന്നത് എപ്പോഴെന്ന് ഞാൻ പറയാതെ നമുക്കറിയാം. അതൊത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധന തീരത്തുള്ളൂ. അതൊത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ തീരത്തുള്ളൂ. എവിടെയാ എന്റെ സ്ഥാനം? എന്റെ സ്ഥാനം ഒന്നുമില്ല, വെറും കൃമി. ദൈവം 80 വർഷക്കാലത്തേക്കോ 70 വർഷക്കാലത്തേക്കോ ലോകത്തിലേക്ക് അയച്ച നിസ്സാരപ്പെട്ട കൃമി. ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ പലപ്പോഴും ഞാൻ ചിന്തിക്കും, എന്റെ കണ്ണിലേക്ക് ഒരീച്ച ശക്തമായി കയറിയാൽ എന്റെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് അല്പം ഒന്ന് തെറ്റും. അത്രയും മതി ഏതെങ്കിലും JCBയുടെ അടിയിൽ കയറാൻ. പിന്നെ എന്നാ കണ്ടുകൊണ്ടാ ഞാൻ ഈ നിങ്ങളൊക്കെ അഹങ്കരിക്കുന്നത്? ദൈവം അനുവദിച്ചിട്ടുള്ള ലക്ഷോപലക്ഷം പ്രവർത്തനങ്ങൾ ഇവിടെ നിങ്ങൾ നിസ്സാരമായി ഇരിക്കുമ്പോൾ നടന്നില്ലെങ്കിൽ ഇപ്പം നിങ്ങളെ എടുത്ത് ആശുപത്രിയിലോ അല്ലെങ്കിൽ ശ്മശാനത്തിലോട്ടോ കൊണ്ടുപോകണം. കാരണം വേറൊന്നുമല്ല, ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണ് കാണുന്നുണ്ട്, എൻ്റെ കൺപോളകൾ ചലിക്കുന്നുണ്ട്, എൻ്റെ കൈയുടെ വിരലുകൾ പോലും അനങ്ങുന്നുണ്ട്, എൻ്റെ കൈയുടെ അസ്ഥികൾ ചലിക്കുന്നുണ്ട്, എൻ്റെ നരിയാണി ഉറച്ചിട്ടുണ്ട്, എൻ്റെ പാദങ്ങളിലെ അറ്റത്തെ നഖം വരെ എന്നോട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ ബോധ്യം നമുക്കുണ്ടോ? ഇതിലെ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒന്ന് തടസ്സപ്പെട്ടാൽ എവിടെ നിൽക്കും എന്റെയും നിങ്ങളുടെയും സ്ഥാനം? നമ്മുടെ ജീവിതത്തില് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തെ ഇന്ന് അപ്രത്യക്ഷമാക്കൊണ്ടിരിക്കുക. യാതൊരു സംശയമില്ല. നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, അവൻ എന്റെ സൃഷ്ടാവാണ്, അവൻ എന്റെ സൃഷ്ടാവാണ്, അവൻ എന്റെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിനെ സൃഷ്ടാവെന്ന രീതിയിൽ കാണുവാനായിട്ടും അറിയുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ടാ ദൈവത്തെ പറ്റി പറയുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, രഹസ്യങ്ങളെ അറിയുന്നവനാണ് സൃഷ്ടാവ്. കാരണം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ പേർ ചൊല്ലി വിളിച്ചവനാണ് നമ്മുടെ സൃഷ്ടാവ്. ആ ബോധ്യം ഒന്നാമതായിട്ട് ഈ കഷ്ടാനുഭവത്തിന്റെ കാലഘട്ടങ്ങൾ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയുവാനായിട്ട് സാധിക്കും, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും, ദൈവത്തിൻ പൈതലായി ജീവിക്കും,
ഞാനിനി. അതുകൊണ്ട് തന്നെയാ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പ്രാർത്ഥനകളിൽ എഴുതിയിരിക്കുന്നത് ഭക്തി എന്ന് പറയുന്നത് ബഹളം വയ്ക്കുന്നതല്ല. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഭക്തി എന്ന് പറയുന്നത് കൈകൊട്ടി ദൈവത്തിന്റെ മുമ്പാകെ കിടന്ന് അട്ടഹസിക്കുന്നതല്ല. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് ഉലർന്ന് തുള്ളുന്നതല്ല. പിന്നെ എന്താണ് എന്റെയും നിങ്ങളുടെയും ഭക്തി? സുറിയാനിയിലെ ഒരു വാക്കുണ്ട്, ദേഹൽസോ എന്ന് പറയും. ദേഹൽസോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഭയഭക്തി എന്ന, ഭയം നിറഞ്ഞ ഭക്തി. ദൈവത്തിന്റെ വലിമയെ ഞാൻ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ അന്ന് എൻ്റെ ചെറുമ ഞാൻ മനസ്സിലാക്കും, എൻ്റെ ഒന്നുമില്ലാത്ത അവസ്ഥ ഞാൻ മനസ്സിലാക്കും. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ വേണം ദൈവത്തെ മനസ്സിലാക്കുവാൻ. ഒന്നും വേണ്ട, ഒരു സാഹചര്യവും വേണ്ട. ഒറ്റ നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന വസ്ത്രം അതിന്റെ അറ്റം പൊടിഞ്ഞു തുടങ്ങിയപ്പം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, ഒരു വസ്ത്രം കൂടി എനിക്ക് കിട്ടണം. എൻ്റെ മാതാപിതാക്കളെ ഒന്ന് പേർഷ്യയിലേക്ക് അയക്കണം, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ഒന്ന് പേർഷ്യയിലേക്ക് അയക്കണം. എന്തിനു വേണ്ടിയാ? എനിക്ക് മറ്റൊരു വസ്ത്രം കിട്ടാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ അലമാരിയിൽ ഇന്ന് അട്ടികണക്കിന് അടുക്കി വെച്ചിട്ടുണ്ട്. എണ്ണിത്തീരാൻ കഴിയാത്ത രീതിയിൽ വസ്ത്രം അടുക്കി വെച്ചിട്ടുണ്ട്. ആ വസ്ത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴും ധരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, അവൻ എൻ്റെ സൃഷ്ടാവാണ്. കാലാകാലങ്ങളായി അവൻ എൻ്റെ സൃഷ്ടാവായി ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒന്നാമത്തെ ആശയത്തെ ഞാൻ പിൻവാങ്ങുകയാണ്. അവൻ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാണ്. കാൽവറിയിലേക്ക് നോക്കുമ്പോൾ ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ആ സ്ത്രീ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. ആ നീതിമാൻ കാരണം ഞാൻ ഇന്ന് വളരെ കഷ്ടം എന്റെ സ്വപ്നത്തിൽ അനുഭവിച്ചു. രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടിയ ചിന്ത ഇതാണ്, ഇവൻ ഒരു നീതിമാനാണ്. ഈ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചിരിക്കുന്നവൻ ഒരു നീതിമാനാണ്. നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീതി പ്രവർത്തിക്കുന്നവൻ, നീതി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ് നീതിമാൻ. ഇനി എന്താ അവന്റെ നീതിയുടെ പ്രത്യേകത? അവൻ ഒരിക്കലും ചുറ്റുവട്ടം നോക്കി നീതി തീരുമാനിക്കുന്നവനല്ല. അവന്റെ നീതി ഒരിക്കലും ചുറ്റുവട്ടം നോക്കി നീതി തീരുമാനിക്കുന്നതല്ല. ഞാൻ പല സാഹചര്യങ്ങളിലും യേശുതമ്പുരാന്റെ ചരിത്രം വായിച്ചപ്പോഴ്, അല്ലെങ്കിൽ യേശുതമ്പുരാനെ പറ്റി കൂടുതൽ വായിച്ചപ്പോഴ് എന്റെ മനസ്സിൽ തോന്നിയ ഒരൊറ്റ ചിന്ത ഇത് തന്നെയാണ്. യേശുതമ്പുരാന്റെ നീതി നമ്മുടെ നീതിയായിരുന്നെങ്കിൽ ഇവിടെ ഒരു കുരിശും ഉണ്ടാകത്തില്ലായിരുന്നു. യേശുതമ്പുരാന്റെ നീതി നമ്മുടെ നീതിയായിരുന്നുവെങ്കിൽ ഒരു കഷ്ടാനുഭവം ഉണ്ടായില്ലായിരുന്നു. യേശുതമ്പുരാന്റെ നീതി നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഒരു രീതിയിലുള്ള ഹാസ്യാഴ്ചയും ഉണ്ടാകില്ലായിരുന്നു. എന്താ യേശുതമ്പുരാന്റെ നീതിയുടെ പ്രത്യേകത? ചുറ്റുവട്ടം നിൽക്കുന്ന ആളുകൾ പല രീതിയിൽ നീതി പറയും. ഇതൊന്നും യേശുതമ്പുരാന്റെ നീതിയല്ല. സക്കായിയുടെ അടുക്കലേക്ക് യേശുതമ്പുരാൻ ചെന്നപ്പോൾ ചുറ്റുവട്ടം നിന്ന ആളുകൾ പറഞ്ഞു, ഇവൻ പാപിയായ മനുഷ്യന്റെ കൂടെ പാർക്കുവാനായിട്ട് പോകുന്നു. അവന്റെ നീതി അതല്ല. അവന്റെ നീതി സത്യമായ നീതിയാണ്. അവന് പാപിയായ മനുഷ്യനെ ആവശ്യമുണ്ട്. ഇനി നമ്മുടെ അടുക്കലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ നീതി ഏത് തരത്തിലുള്ള നീതിയാ? നമ്മുടെ നീതി നമ്മിൽ തന്നെ ഒതുങ്ങുന്ന നീതിയല്ലേ? എന്റെ നീതി എന്നിൽ തന്നെ ഒതുങ്ങുന്ന നീതിയല്ലേ? നമ്മുടെ മക്കള് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് ഇന്നോളം നമ്മൾ അതിനെ ന്യായീകരിക്കും. പല കുടുംബത്തിലെയും ആളുകള് തെറ്റിപ്പോയതിന്റെ പിന്നിലെ കാരണക്കാര് അവരല്ല. പല കുഞ്ഞുങ്ങളും തെറ്റിപ്പോയെങ്കിൽ അതിന്റെ പിന്നിലെ കാരണങ്ങൾ അവരല്ല. എനിക്ക് വളരെ ബോധ്യമുള്ള ഒരു ഭവനം, എൻ്റെ വീടിനവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ഭവനം. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഒരു ഫോൺ കോൾ എനിക്ക് വന്നു, അച്ഛൻ അത്യാവശ്യമായിട്ടും ഞങ്ങളുടെ വീട് വരെ വരണം. ഞാനപ്പോ ആ സ്ത്രീയോട് പറഞ്ഞു, അല്ലെങ്കിൽ ആ അമ്മയോട് പറഞ്ഞു, എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല, കാരണം എനിക്ക് നാളെ സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോകണം. എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ കട്ട് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് അടുത്ത ഫോൺ കോൾ വന്നു, അച്ഛൻ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം, ഇല്ലേ പിന്നെ വന്നിട്ട് കാര്യമില്ല. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇത്ര വണ്ണമുള്ള ഒരു പയ്യൻ, ഇപ്പോൾ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് എനിക്ക് സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യുന്നത് താല്പര്യമായോണ്ടാണ് ഞാൻ പിന്നീട് പോകാമെന്ന് വിചാരിച്ചത്. ഇത്രമാത്രം വണ്ണമുള്ള ഒരു പയ്യൻ, 11 വയസ്സ് 12 വയസ്സ് പ്രായമുണ്ട്. ഒരു കൈ ഒടിഞ്ഞിരിക്കുന്നു, മറ്റേ കൈ ആവും.
ആ കൈ ഞാൻ കയറി ചെന്നപ്പോ കണ്ട കാഴ്ച ഒരിക്കലും എന്റെയും നിങ്ങളുടെയും വീട്ടില് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ആ ആകുന്ന കൈ കൊണ്ട്, ചലിക്കുന്ന കൈ കൊണ്ട് അമ്മയുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ചിരിക്കുക, ഒടിഞ്ഞ കൈ കൊണ്ട് അമ്മയുടെ തലയ്ക്ക് അടിക്കുകയാ. ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കാം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ബാലശിക്ഷ നൽകി കുഞ്ഞുങ്ങളെ വളർത്തത്തില്ല. കുഞ്ഞു ചെയ്യുന്ന ചെറിയ തെറ്റുപോലും ന്യായീകരിച്ചു കൊടുക്കും. ഞാനിത് പറയുമ്പം ഇത് നിൽക്കുന്നത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സന്നിധിയിലാ. പരിശുദ്ധനായ പരിമല തിരുമേനിയാ വർഷാവർഷങ്ങളായിട്ട് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. 2006, 2007 മുതൽ ആരംഭിച്ചതാണ് ഇവിടെ സ്ഥിരമായി നിൽക്കുന്ന ഒരു പാരമ്പര്യം. ഞാനിവിടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്നെ സന്തോഷിപ്പിക്കുന്നതല്ല, എന്നെ വേദനിപ്പിക്കുന്ന. എന്താ എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചയുടെ പ്രത്യേകത? നമ്മുടെ കുഞ്ഞുങ്ങളെ പല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നമ്മൾ വിടും. എവിടെയാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രത്തിന്റെ പ്രത്യേകത? നാണവും മാനവും വേണം കുഞ്ഞുങ്ങൾ വളർന്നു വരാനെന്ന് പറയും. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നെങ്കിൽ അവർക്ക് നാണവും മാനവും വേണമെന്ന് പറയും. നമ്മുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷമാ ലോകം കാണുമ്പം നമ്മുടെ മക്കളെ, അത് പ്രത്യേകിച്ച് പെൺമക്കളെ, ആധുനിക ലോകത്തിന്റെ പ്രത്യേക പേരുകൾ വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന കേൾക്കാൻ. പ്രത്യേക പേരുകൾ വിളിച്ച് ആധുനിക ലോകത്തിലെ യുവാക്കള് അഭിസംബോധന ചെയ്യുന്ന കേൾക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് അഭിമാനമാണ്. വേദനയോടെ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഫോർ കൺവീനിയൻസിന് വേണ്ടി നിങ്ങൾ ധരിപ്പിച്ചിരുന്ന വസ്ത്രങ്ങൾ അവർക്ക് ഭാവിയിലെ കൺവീനിയൻസിനായിട്ട് മാറും. അവർക്ക് നാണവും മാനവും ഇല്ലാതെ അവർ വളർന്നു വരുവാനായിട്ടിടയാകും. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഖബറിലേക്ക് വരുമ്പോഴെങ്കിലും ആധ്യാത്മികതയ്ക്ക് ചേരുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വരണം. ഒരു പക്ഷെ ഇത് കാണുന്ന ആളുകൾക്ക് എന്നോട് അല്പം അമർഷം തോന്നിയാലും സാരമില്ല. ഇതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് ചേരുന്നതായ വസ്ത്രമുണ്ട്. വസ്ത്രം മാന്യതയുടെ ഭാവമാവണം. വസ്ത്രം ഐഡന്റിറ്റിയുടെ ഭാവമാവണം. കുടുംബത്തിൽ പിറന്നവരെ കണ്ടാൽ അറിയാമെന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ ദൗർലഭ്യം കണ്ടിട്ടല്ല. സാമ്പത്തികമുണ്ടെന്ന് കാണിക്കുന്നത് വസ്ത്രം ചുരുക്കി ധരിച്ചുകൊണ്ടല്ല. സൗന്ദര്യമുണ്ടെന്ന് കാണിക്കുന്നത് വസ്ത്രമില്ലാതെ നടന്നിട്ടല്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, എന്റെ BEdന്റെ ടീച്ചിങ് പ്രാക്ടീസ് നടന്നത് കിടങ്ങൂർ എന്ന് പറയുന്ന സ്കൂളിലാ. കിടങ്ങൂർ പറയുന്ന സ്കൂളില് ഞാൻ അവിടെ ചെന്നപ്പം എന്റെ കൂടെ M.Edന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവളും വന്നിരിക്കുന്നത്. BEd പഠിക്കുന്ന കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അവൾ വന്നിട്ടുണ്ട്. അവള് ഇംഗ്ലീഷ് എന്നോട് സംസാരിച്ചു, ഞാനും അവളോട് സംസാരിച്ചു. ഏറ്റവും അവസാനമായിട്ട് അവൾ എന്നോട് പറഞ്ഞു, എന്റെ വിവാഹം ലണ്ടനിലുള്ള ഒരാളുമായിട്ട് നിശ്ചയിച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയാ ഒരു ഭാരതീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന നിനക്ക് ലണ്ടൻ പാരമ്പര്യത്തിൽ പോയി ജീവിക്കാനായിട്ട് കഴിയുമോ? അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് മോഡേൺ കൾച്ചർ ഒത്തിരി ഇഷ്ടമാ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു അവളുടെ മോഡേണിറ്റിയുടെ. എന്റെ സഹോദരി ആയിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ കണ്ണടച്ചേനെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം മോഡേണിറ്റി എന്ന് പറയുന്നത് വസ്ത്രങ്ങളെ നീക്കിക്കളയുന്നതല്ല. അതല്ല മോഡേണിറ്റി. മോഡേണിറ്റി നമ്മൾ പറയുന്നത് വസ്ത്രങ്ങളെ നീക്കളയുന്ന. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വരാനായിട്ട് തടസ്സമായി നിന്നതിലെ ഒരു കാരണം, ഇച്ചിരി താമസിച്ചതിന്റെ പിന്നിലെ ഒരു കാരണം, ഒരു ഭവനത്തിൽ ശവസംസ്കാര ശുശ്രൂഷയുടെ ആരംഭ ഭാഗത്തിൽ ഒന്ന് ചെന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാ. അവസാനം ആ വീട്ടിലെ ഒരു കുഞ്ഞു ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടപ്പോ നമുക്ക് പോലും ആക്ഷേപം തോന്നും. അത് അവിടെയാണെങ്കിൽ ഇവിടെ പരിശുദ്ധന്റെ സന്നിധിയിൽ വരുമ്പോഴെങ്കിലും മാന്യതയുടെ വസ്ത്രം വരണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ, നമ്മൾ ആരും ഇതിനൊന്നും പ്രതികരിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉടുത്താലും നമ്മുടെ കുഞ്ഞുങ്ങൾ അണിഞ്ഞാലും നമ്മുടെ കൊച്ചുമക്കൾ ധരിച്ചാലും നമ്മൾ ആരും ഇതിനെതിരെ പ്രതികരിക്കത്തില്ല. കാരണം നമ്മുടെ നീതിബോധം എന്ന് പറയുന്നത് മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്ന നീതിബോധമാണ്. മറ്റൊരാളെ എത്രയും സുഖിപ്പിച്ചു നിർത്താമോ അതായിരിക്കും എന്റെ നീതിബോധം. എന്നാൽ ദൈവത്തിന്റെ നീതിബോധം അതല്ല. ദൈവത്തിന്റെ നീതിബോധം നീ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്ന നീതിബോധമാ. ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചിനെ കുഞ്ഞുനാളിലെ അവനെ അടിച്ചു വളർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മയുടെ തലയ്ക്ക് അവൻ കൈയെടുക്കത്തില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പൂർവികരായിട്ടുള്ള അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്നവരായിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, വല്യപ്പച്ചൻ ഇരിക്കുന്ന കസേരയിൽ ഒരു പ്രാവശ്യം അബദ്ധത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന്റെ ചൂടും വേവും അറിഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, വല്യപ്പച്ചന്റെ സ്ഥാനം വല്യപ്പച്ചനാ. എന്റെ സുഹൃത്തല്ല എന്റെ വല്യപ്പച്ചൻ, എന്റെ വല്യപ്പച്ചൻ എന്റെ വല്യപ്പച്ചനാ. നമ്മുടെ നീതിബോധം ഒത്തിരി താഴേക്ക് ചലിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ദിശാചിന്തകൾ ഒത്തിരി താഴേക്ക് അതപ്പതിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായിരുന്നാലും നീതിയോടുകൂടി അവരെ വളർത്തണം. അല്ലാത്ത കാലത്തോളം അവര് വഴിതെറ്റിപ്പോവും. എന്റെയും നിങ്ങളുടെയും ചിന്തയിലേക്ക് വരട്ടെ, ദൈവത്തിന്റെ നീതി എന്നെയും നിങ്ങളെയും
ന്യായം വിധിക്കുന്ന നീതിയാ. എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കുവാനായി കഴിവുള്ളതാണ് ദൈവത്തിന്റെ നീതി. എന്റെയും നിങ്ങളുടെയും പ്രവർത്തികളെ സൂക്ഷിച്ചു നോക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തെ വിളിക്കുന്ന പേരുണ്ട്, യാതൊരു സംശയമില്ല, ദൈവത്തെ വിളിക്കുന്ന പേര് സർവശക്തനും സർവവ്യാപി എന്നാ. എന്നാ ഈ സർവവ്യാപിയുടെ പ്രത്യേകത? സർവശക്തൻ നമുക്കറിയാം. എന്താ ഈ സർവവ്യാപിയുടെ പ്രത്യേകത? ഹൈന്ദവ സിദ്ധാന്തത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, തൂണിലും തുരുമ്പിലും എന്റെ മുമ്പിലിരിക്കുന്ന ഒരു പക്ഷേ ഈ മൈക്രോഫോണിൽ പോലും ദൈവമുണ്ട് എന്ന് പഠിപ്പിക്കും. എന്നാൽ ഭാരത പാരമ്പര്യത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുപക്ഷെ അതിനു മുമ്പേയുള്ള ദൈവികത ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ചിന്ത എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലാണ്. ഈ തൂണും തുരുമ്പിനും ഒന്നും ദൈവത്തിന് എന്നെ കാണുവാനുള്ള തടസ്സങ്ങൾ അല്ല. ഇനി നമ്മുടെ മനസ്സിലേക്കൊന്ന് കടത്തിവിട്ടേ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഏതെല്ലാമെന്ന് നമ്മുടെ മനസ്സിലോട്ടൊന്ന് കടത്തിവിട്ടേ. ദൈവത്തിന്റെ മുമ്പാകെ ന്യായീകരിക്കപ്പെടുവാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ദൈവത്തിന്റെ മുമ്പാകെ ന്യായീകരിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ദൈവം ഒന്ന് ചോദിക്കുകയാണ്, നീ ഏതെങ്കിലും ഒരു പ്രവൃത്തി എന്റെ മുമ്പിലോട്ടൊന്ന് എടുത്തു വെച്ചേ. കുമ്പസാരിക്കും അച്ഛന്റെ മുമ്പിൽ വന്ന് പറയും, അച്ഛാ, മനുഷ്യത്വപരമായ എല്ലാ പാപങ്ങളും ഞാനങ്ങ് ചെയ്തിട്ടുണ്ട്. ഇതെന്നതായി മനുഷ്യത്വപരമായ പാപങ്ങൾ? നിനക്ക് മനുഷ്യത്വപരമായിട്ട് ചെയ്യാനുള്ളതാണോ ഈ പാപങ്ങൾ? കള്ളം പറയുക എന്ന് പറയുന്നത് അച്ഛൻ ആരാ പറയാത്തത്? വേണമെങ്കിൽ ഒരു ചോദ്യോട് ചോദിക്കും, അച്ഛൻ പറയത്തില്ലയോ കള്ളം? കുമ്പസാരത്തിന് മുമ്പ് ആ മുട്ടുകുത്തിയിരിക്കുമ്പോഴാ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛൻ കള്ളം പറയത്തില്ലയോ? എന്റെ നീതി എവിടെയാ നിൽക്കുന്നത്? മറ്റൊരാൾ ചെയ്യുന്ന നീതിയെ ന്യായീകരിച്ചുകൊണ്ടുള്ളതല്ല എന്റെ നീതി. ദൈവത്തിന്റെ നീതി എന്നെയും നിങ്ങളെയും ചോദ്യം ചെയ്യുന്ന. രണ്ട് സ്ഥാനത്തായിട്ട് പീലാത്തോസ് നിർത്തുന്നുണ്ട്, ഒരിടത്ത് ബറബാസിനെയും മറ്റിടത്ത് യേശുവിനെയും. കഴിഞ്ഞ കഷ്ടാനുഭവാഴ്ചയിൽ അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിച്ച എന്റെ ചിന്ത അതായിരുന്നു. ജനം വിളിച്ചു പറഞ്ഞ വാചകമായിരുന്നു, ഇവനെ വേണ്ട, ബറബാസിനെ ഞങ്ങൾക്ക് മതി എന്നവർ നിലവിളിച്ചു പറഞ്ഞു. ബറബാസ് ഒരു കവർച്ചക്കാരനായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ചിന്ത ഇതാ, ഇനി നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിലും നമ്മൾ പറഞ്ഞേനെ, ഞങ്ങൾ യാതൊരു സംശയമില്ല ദൈവത്തെ ഞങ്ങളുടെ സ്വന്തമായി സ്വീകരിച്ചേനെ. ഞങ്ങൾ യാതൊരു സംശയമില്ല ആധ്യാത്മികതയിൽ ഔന്നത്യം പ്രാപിച്ചിട്ടുള്ള ഞങ്ങള് ദൈവത്തെ ഞങ്ങളുടെ സ്വന്തമായി സ്വീകരിച്ചേനെ. ഒരു നിമിഷം നിങ്ങളുടെ ചിന്തയിലോട്ടൊന്ന് വരട്ടെ. ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ആ കഥ മറ്റൊന്നുമല്ല, ഒരു ദേവാലയത്തിലെ ശുശ്രൂഷകൻ, അദ്ദേഹത്തിന്റെ പേര് തോമ എന്ന, തോമാ ചേട്ടൻ എന്ന ആളുകൾ വിളിക്കും. തോമാ ചേട്ടൻ ഒരു പ്രത്യേകത ഉണ്ട്, ഏത് ജോലി ചെയ്താലും തോമാ ചേട്ടൻ ആദ്യം വിളിച്ചു പറയും ആദാമിന്റെ പാപം. തോമാ ചേട്ടനോട് ഒരു പാത്രം കഴുകി വെക്കാൻ പറഞ്ഞാലും തോമാ ചേട്ടൻ ഉടനടി പറയും ആദാമിന്റെ പാപം. തോമാ ചേട്ടനോട് ഒരു വിറവ് കീറി വെക്കാൻ പറഞ്ഞാൽ തോമാ ചേട്ടൻ ഉടനടി പറയും ആദാമിന്റെ പാപം. തോമാ ചേട്ടനെ അച്ഛൻ വിളിച്ചു ചോദിച്ചു, എന്നാ തോമായെ നീ ഇങ്ങനെ പറയുന്നത് എപ്പോഴും എപ്പോഴും ആദാമിന്റെ പാപമെന്ന്? തോമ തിരിച്ചു പറഞ്ഞു, അച്ഛാ, ആദാം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാനും എന്റെ മക്കളും ഇന്ന് ഏദൻ തോട്ടത്തിൽ താമസിക്കേണ്ടിവരാ. സുഖമായി ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിച്ച് ദൈവത്തോടൊപ്പം കഴിയേണ്ടതിന് പകരം മുള്ളും പറക്കാരെയും കഷ്ടതയും ദുരിതവും വിയർപ്പും കണ്ണുനീരുമുള്ള ഈ ലോകത്തിലേക്ക് ഞാൻ വരുവാനായിട്ട് കാരണമായി തീർന്നത് ആദാമിന്റെ പാപമാ. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കും തോന്നിയേക്കാം, ആദാം അങ്ങനെ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നാ സുഖമായിരുന്നു, ഏദൻ തോട്ടത്തിലെ കനികൾ ഭക്ഷിച്ച് ജീവിക്കാമായിരുന്നു. അപ്പോഴാണ് ഈ അച്ഛനൊരു സന്തോഷം തോന്നി. അച്ഛൻ ഈ തോമാ ചേട്ടനെ വിളിച്ച് ഒരു മുറിക്കകത്ത് കൊണ്ടുപോയിട്ട് കഥ അടച്ചു. എന്നിട്ട് ആ തോമാ ചേട്ടനോട് പറഞ്ഞു, തോമായെ, ഇതിനകത്ത് നിറയെ നിനക്ക് വേണ്ടതായ ഭക്ഷണങ്ങളുണ്ട്. നിനക്ക് കാണുവാനും സന്തോഷിക്കുവാനുമായി വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നിന്റെ പ്രായത്തിനും നിന്റെ വലിപ്പത്തിനും അനുസരിച്ചും അതിനുപരിയായിട്ടും വേണ്ടത് എല്ലാം ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം മാത്രം നീ ചെയ്യരുത്. എന്നതാണ്? നടുവിലെ മേശയ്ക്ക് നടുക്ക് ചുമന്ന അടപ്പ് കൊണ്ട് അടച്ചിരിക്കുന്ന ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ആ പാത്രം മാത്രം നീ തുറക്കരുത്. തോമായി സന്തോഷമായി അച്ഛൻ പൂട്ടിയിട്ട് എവിടെ വേണേലും പൊക്കോന്ന് പറഞ്ഞു. അച്ഛൻ പൂട്ടി പുറത്തോട്ട് പോരുന്നു. തോമ സന്തോഷത്തോടെ ആദ്യത്തെ ദിവസം ഇഷ്ടഭക്ഷണങ്ങളെ ആർത്തിയോടെ തിന്നു. തോമ പാത്രത്തിലേക്ക് നോക്കിയില്ല. ചുമന്ന അടപ്പുള്ള പാത്രം തോമ നോക്കിയതേയില്ല. രണ്ടാം ദിവസമായി തോമ വീണ്ടും ഇഷ്ടഭക്ഷണങ്ങൾ കഴിച്ചു. തോമ പാത്രത്തിലേക്ക് നോക്കിയില്ല. മൂന്നാം ദിവസമായപ്പം കഴിച്ചുകൊണ്ടിരുന്ന ഇഷ്ടഭക്ഷണം ചെടിച്ചു തുടങ്ങി. എല്ലാ ദിവസവും ഒരുപോലെ
ബീഫ് ഫ്രൈ കൂട്ടി ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു ചോദിക്കും, എൻ്റെ അമ്മേ ബീഫ് ഫ്രൈയേ ഉള്ളോ ഈ എല്ലാ ദിവസവും? അതുകൊണ്ട് തോമായിക്കും ചെറുതായിട്ട് തെടിച്ചു തുടങ്ങി. തോമ 3-ാം ദിവസവും പാത്രത്തിൽ നോക്കിയില്ല, എന്നാ ഭക്ഷണത്തെ കുറ്റം പറഞ്ഞു തുടങ്ങി. 4-ാം ദിവസമായപ്പോൾ തോമ ഭക്ഷണത്തെ എതിർത്ത് തുടങ്ങി, പാത്രത്തിൽ നോക്കിയില്ല. 5-ാം ദിവസമായപ്പം തോമ ഭക്ഷണത്തെയും എതിർത്തു, പാത്രത്തിലേക്ക് നോട്ടവും തുടങ്ങി. 6-ാം ദിവസമായപ്പം തോമ ഭക്ഷണം വേണ്ടാന്ന് വെച്ചു. പാത്രത്തിലിരിക്കുന്ന ഭക്ഷണം എന്തെന്ന് കാണാനായിട്ടും കഴിക്കാനായിട്ടും തോമയ്ക്ക് ഒരാഗ്രഹം. തോമ പതുക്കെ ചെന്നു. തോമയുടെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, അതിനകത്ത് വെച്ചേക്കുന്ന ഭക്ഷണം ഞാനില്ലാത്ത സമയത്ത് അച്ഛന് വന്ന് കയറി കഴിക്കാൻ വേണ്ടിയുള്ള വിശിഷ്ട ഭക്ഷണം ഏതാണ്ടാണ്. അതുകൊണ്ട് തോമ അച്ഛൻ വരുന്നതിന് മുമ്പേ അറ്റം ഒന്ന് കടിച്ചേക്കാന്ന് വിചാരിച്ച് തോമ പാത്രം ഒന്ന് തുറന്നു. ചുമന്ന അടപ്പ് മുകളിലോട്ട് പൊക്കേണ്ട താമസം അതിനകത്ത് നിന്ന് ഒരു എലിയായിരുന്നു എടുത്ത് പുറത്തോട്ട് ചാടിപ്പോയി. തോമ എലിയെ പിടിക്കാൻ വേണ്ടി ഓടി. തോമ എലിയെ പിടിക്കാൻ വേണ്ടി ഓടിയപ്പം അച്ഛൻ വന്ന് കതകെ മുട്ടി കതക് തുറന്നു. തോമായോട് ചോദിച്ചു, തോമായെ നീ എന്നതാടാ ക്ഷീണിച്ചിരിക്കുന്നത്? തോമ തിരിച്ച് മറുപടി പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു ചെറിയ കാര്യമുണ്ട്, അത് ഞാനൊന്ന് ചെയ്തു പോയി. എന്നതാടാ നീ ചെയ്തത്? ഞാൻ ആ ചുമന്ന പാത്രത്തിന്റെ മൂടി ഒന്ന് തുറന്നു. അച്ഛൻ തിരിച്ചു പറഞ്ഞു, തോമായെ ആദാമും ഹൗവായും മറ്റു പാപങ്ങളൊന്നും ചെയ്തില്ല. ചുമന്ന പഴമൊന്ന് കണ്ടപ്പം, അതിന്റെ മണമൊന്നടിച്ചപ്പം, അത് കണ്ടുകൊണ്ടിരുന്നപ്പം ദൈവം മാത്രം കഴിച്ചാൽ ശരിയാകത്തില്ലല്ലോ, ഞാനും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചത് കൊണ്ടാണ് നീ ഇന്ന് പുറത്തു ആക്കപ്പെടേണ്ടത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ഈ കഥ ഒരു ചോദ്യചിഹ്നം വെക്കുന്നുണ്ട്. നമ്മളൊക്കെ പാപം ചെയ്യില്ലേ? ആദാം മാത്രമേ പാപം ചെയ്യത്തുള്ളൂ? നമ്മളൊക്കെ ചെയ്യുന്ന പാപത്തിന്റെ ഫലമാ ഈ കുരിശി കിടക്കുമ്പം കർത്താവിന്റെ മുകളിൽ ഓരോ ചാട്ടവാറ് വരുന്നത്, കർത്താവിന്റെ ദേഹത്ത് ഓരോ ആണി വരുന്നത് ഞാനും നിങ്ങളും ഒക്കെ ചെയ്ത പാപത്തിന്റെ ഫലമാ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, നീതിമാനായ ദൈവമേ, നീ നീതി പ്രവർത്തിക്കുന്നവനാണെന്ന് എനിക്കറിയാം. ഇനി ഞാൻ പാപത്തിലേക്ക് പോകത്തില്ല, അവിടുത്തെ നീതിക്ക് അനുയോജ്യമായി ഞാൻ നിൽക്കും. ഒരുപാട് നന്മകളൊന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഈ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടം പൂർണ്ണമായി നീതിയിൽ ജീവിക്കാനായിട്ട് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ആർക്കും തന്നെ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാൽ അല്പബോധം, മനസാക്ഷിയെ കുറ്റപ്പെടുത്താത്ത നീതി ചെയ്യുവാനായിട്ട് ഇടയാകണം. നിങ്ങൾ പത്രദ്വാര കണ്ട ഒരു കാര്യമുണ്ട്. ക്ലോസ് എന്ന് പറയുന്ന പ്രസിഡന്റ് പേന മോഷ്ടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ദേശത്തിന്റെ പ്രസിഡന്റ് ഒരു പേന മോഷ്ടിക്കുക. എവിടെ നിൽക്കുക? ഒരു ശകലം പോലും ഉളുപ്പില്ലാതെ, ഒരു ശകലം പോലും കുറ്റബോധമില്ലാതെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യുക. ആരുടേത് വകഞ്ഞുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അത് വകഞ്ഞുണ്ടാക്കിയ പിന്നെ ആരെ കാണിക്കാൻ എന്റെ ആഡംബരങ്ങളെല്ലാം ഉപയോഗിക്കാമോ? ഞാൻ പേർഷ്യയിൽ കിടന്നുണ്ടാക്കിയതോ ഞാൻ അമേരിക്കയിൽ കിടന്നുണ്ടാക്കിയതോ ആരുടെ മുമ്പിലും എടുത്തു വെച്ചാൽ കാണിക്കും. എന്നിട്ട് എന്നാത്തിന് വേണ്ടിയാ എന്റെ ആഡംബരം കാണിക്കുന്ന? എന്നാത്തിന് വേണ്ടിയാ? മറ്റൊരാളായ നിനക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്ന് അവനെ പുച്ഛിക്കാൻ വേണ്ടിയാ. യാതൊരു സംശയമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ആഡംബരം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കൂട്ടത്തിൽ പാവങ്ങളായിട്ടുള്ള ആളുകളെ പുച്ഛിക്കാൻ വേണ്ടിയാ, നിനക്കതില്ലല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയാ, അവന്റെ മനസ്സിനെ ഒരു നിമിഷമെങ്കിലും ഒന്ന് വേദനപ്പെടുത്താൻ വേണ്ടിയാ. ഞാനും ഭൂമിയിൽ ജനിച്ചിട്ട് എനിക്ക് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അവന്റെ മനസ്സ് തുറന്ന് അവനെ ഒന്ന് വേദനിപ്പിക്കാൻ വേണ്ടിയാ ഞാനും നിങ്ങളും ഈ ആഡംബരം കാണിക്കുന്നത്. അല്ലെങ്കിൽ 30 മുറിയുടെ വീട് ആർക്കും ആവശ്യമില്ല. 12.25 ലക്ഷത്തിന്റെ മേബാക്ക് എന്ന് പറയുന്ന കാറ് ആർക്കും ആവശ്യമില്ല. 15 ലക്ഷത്തിന്റെ പ്രത്യേകതരം ബൈക്ക് ആർക്കും ആവശ്യമില്ല. എവിടെയാ ഇതിന്റെയൊക്കെ ആവശ്യം? മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടിയാ. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, ദൈവം നീതിമാനാണെങ്കിൽ, ദൈവം നീതി ചെയ്യുന്നവനാണെങ്കിൽ, ദൈവം ലാസറിനെ അവന്റെ മടിത്തട്ടിലേക്ക് കൊണ്ടുപോകുന്നവനാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും യാതൊരു കാരണവശാലും ശിക്ഷിക്കാതെ വിടുകയില്ല. അങ്ങനെയാണെങ്കിൽ, അല്ല ശിക്ഷിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധ സ്ലീബ വ്യർത്ഥമാവും. ദൈവത്തിന്റെ സ്നേഹം എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെങ്കിലും ദൈവത്തിന്റെ നീതി എന്നെയും നിങ്ങളെയും കുറ്റപ്പെടുത്തും, എന്നെയും നിങ്ങളെയും ശിക്ഷയിലേക്ക് തന്നെ നയിക്കും. ആ ബോധ്യം നമുക്ക് വരട്ടെ. ദൈവത്തിന്റെ നീതി എന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഇനിയുള്ള കാലം പാപത്തിന് അടിമപ്പെടുവാനായിട്ട് ഞാൻ ഇടയാകത്തില്ല. നമുക്ക് ചേർന്ന് പാടാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ
പൈതലായി ജീവിക്കും ഞാനിനി. ആ സ്ത്രീ പറഞ്ഞ വാചകം ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്, അവൻ മുഖാന്തരം ഇന്ന് എന്റെ സ്വപ്നത്തിൽ ഞാൻ ഏറെ കഷ്ടങ്ങൾ സഹിച്ചു. നമ്മുടെ മനസ്സിലേക്ക് മൂന്നാമതായിട്ട് കടത്തിവിടേണ്ട ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശുതമ്പുരാനെ പീഡിപ്പിക്കാനായിട്ട് പോകുന്നു, യേശുതമ്പുരാനെ കുരിശിക്കാനായിട്ട് പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, യേശുതമ്പുരാനെ പിടിക്കുവാനായിട്ട് വന്ന ആളുകൾ ഇത് ഞാൻ തന്നെയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ഞാൻ തന്നെയാണ് എന്ന് യേശുതമ്പുരാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പുറകോട്ട് മറിഞ്ഞു വീഴുകയാ ചെയ്തേ. അങ്ങനെയുള്ള ദൈവത്തിന് വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ പീലാത്തോസിന്റെ ഭാര്യയെ കഷ്ടം അനുഭവിക്കുകയല്ല, ഈ ലോകത്ത് തന്നെ ഛേദിച്ചു കളയാമായിരുന്നു. എന്നിട്ടും വേദനിപ്പിച്ചതല്ലാതെ ദൈവം അവരെ ഒടുക്കിക്കളഞ്ഞില്ല. തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ സൃഷ്ടി തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത സമയത്ത് അവനെ വേദനിപ്പിച്ചതല്ലാതെ അവനെ ദൈവം കൊന്നൊടുക്കിയില്ല. ദൈവത്തിന്റെ കരുതൽ അത്രമാത്രമാ. പരിശുദ്ധ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശുതമ്പുരാൻ 2 കൈകളും ഇങ്ങനെ 2 വശത്തേക്കും വിരിച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെയായിരുന്നു പിടിച്ചതെങ്കിൽ കുറച്ചാളുകൾ പുറത്തു വന്നേനെ. ദൈവം തമ്പുരാൻ നേരെ ഇങ്ങനെ പിടിക്കുവാനായി കാരണമായി തീർന്നത്. ഈ കൈ ഇങ്ങനെ നേരെ എത്ര പോയാലും ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. അത്രമാത്രം ആളുകൾ വന്നാലും അവരെ ഞാൻ എൻ്റെ ഈ ഉള്ളം കയ്യിൽ കരുതും. നമ്മുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ, ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ. ദൈവം എന്നെ കരുതുന്നവനാണ്. എന്നെ പീഡിപ്പിക്കും, എന്നെ വേദനിപ്പിക്കും, എന്നെ ദുഃഖിപ്പിക്കും, എന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിട്ട് കളയുകയില്ല. എൻ്റെ ദൈവം എന്നെ താളടിയാക്കാനായിട്ട് ഇടയാക്കിയില്ല. പത്രോസ് അപ്പോസ്തലന്റെ അടുക്ക ചെല്ലുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നീ എൻ്റെ കാലുകൾ കഴുകരുത്. പത്രോസ് അപ്പോസ്തലനോട് യേശുതമ്പുരാൻ തിരിച്ചു പറയുന്ന വാചകമുണ്ട്, ഞാൻ നിന്റെ കാലുകൾ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. പദ്യത്തിനകത്ത് നമ്മുടെ കഷ്ടാനുഭവാഴ്ചയിലെ ചിന്തയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഞാനിപ്പം മാനസികമായി ഒത്തിരി സംതൃപ്തനാ. എന്താ കാര്യം എന്നറിയാവോ? ഇപ്പം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ, എൻ്റെ പ്രസംഗം ഇച്ചൂടെ നിങ്ങൾക്ക് ശ്രവിക്കാനായിട്ട് പറ്റും. കാരണം നമ്മുടെ സുഖമാ ഈ ഫാനൊക്കെ ഇങ്ങനെ കറങ്ങിയില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഇച്ചിരി ഉഷ്ണം സഹിച്ചാൽ യാതൊരു കുഴപ്പമില്ല. ഞാനീ ഇപ്പൊ അത് ഓൺ ചെയ്യും, അത് വേറെ സത്യം. എന്നാലും നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കേൾക്കാനായിട്ട് സാധിക്കും. ആദാമിനെ വീണ്ടും ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ആദാമിനെ വീണ്ടും പറുദീസയിലേക്ക് ഏറ്റാൻ ദൈവത്തിന്റെ സ്നേഹം കാൽവറിയിലേക്ക് വന്നു. ആദാമിനെ വീണ്ടും പറുദീസയിലേക്ക് ഏറ്റാൻ ദൈവത്തിന്റെ സ്നേഹം കാൽവറിയിലേക്ക് വന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇല്ലെങ്കിൽ ദൈവത്തിന് ഈ കഷ്ടത വല്ലോ സഹിക്കണമായിരുന്നോ? നമ്മളെ പറുദീസയിലേക്ക് കേട്ടിട്ടായിരുന്നുവെങ്കിൽ ദൈവത്തിന് ഈ കഷ്ടത വല്ലോ സഹിക്കണമായിരുന്നോ? ദൈവത്തിന് ഈ വേദനകൾ വല്ലോ സഹിക്കണമായിരുന്നോ? ദൈവം വേദന സഹിച്ചത് എന്നെയും നിങ്ങളെയും പറുദീസയിലേക്ക് കയറ്റാനാ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയാ. ദൈവത്തിന്റെ കരുതലാണ് ഈ കാൽവറിയിൽ കാണുന്ന യാഗം. അതുകൊണ്ടാ പറയുന്നത്, ഈ നീതിമാനെതിരെ ചിന്തിക്കരുത്. എന്നാ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളുടെ പ്രശ്നം? യാതൊരു സംശയമില്ല, നീതിമാനെതിരെ ചിന്തിക്കാനായിട്ട് വളരെ ഉത്സാഹമുള്ള, അത്ഭുതം കാണാനായിട്ട് ഓടി നടക്കുന്ന ആളുകളാണ് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ. ഓർമ്മയിലേക്ക് വരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തകൾ. നമ്മളിവിടെ നിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാ. നമ്മളിവിടെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കരുതലിന്റെ ഭാഗമാ. നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്ത ഒന്ന് വരണം. മൂന്നാമത്തെ ചിന്തയാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ കരുതൽ. നമ്മളെ ഓരോരുത്തരെയും പറുദീസയിലേക്ക് ഏറ്റാൻ വേണ്ടി ദൈവം മനുഷ്യനായി തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ സാധാരണ നമ്മുടെക്കാൾ ഇച്ചിരിയുള്ള ഉയരവും വണ്ണവുമുള്ള ഒരാള് നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ അവനോട് തിരിച്ചു പറയും, നിന്നോട് ദൈവം ചോദിച്ചോളും. ആ ദൈവം സാധാരണ മനുഷ്യന്റെ മുമ്പാകെ നിൽക്കുക. എനിക്കൊരിക്കലും എൻ്റെ മനസ്സങ്ങോട്ട് എത്ര ചിന്തിച്ചിട്ടും അർത്ഥം കിട്ടാത്തൊരു തലമായത്. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യൻ തൻ്റെ മുഖത്ത് തുപ്പുക, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യൻ തൻ്റെ ചെകിട്ട തടിക്കുക, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യ മനുഷ്യനായ ആദമിന് ദൈവം വസ്ത്രം നൽകിയപ്പോൾ ആ ദൈവത്തിന്റെ വസ്ത്രം
മനുഷ്യൻ വലിച്ചു കീറിയെടുക്കുക. എന്നിട്ട് പകരം അവനെ കളിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവനെ പരിഹസിക്കാൻ വേണ്ടി പരിഹാസത്തിന്റെ വസ്ത്രം ധരിപ്പിക്കുക. അതെന്തിനു വേണ്ടിയായിരുന്നു? തന്നെ ആരൊക്കെ തുപ്പിയോ അവരെ കൂടെ സ്നേഹിച്ചുകൊണ്ടാ, തന്നെ ആരൊക്കെ അടിച്ചോ അവരെ കൂടെ സ്നേഹിച്ചുകൊണ്ടാ, തനിക്ക് ആര് കുരിശുണ്ടാക്കിയോ അവരെ കൂടെ സ്നേഹിച്ചുകൊണ്ടാ. നമ്മുടെ മനസ്സിലേക്ക് വരണം, ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ശുശ്രൂഷക്കാരെ കൊണ്ട് ഉറക്കെ വായിച്ച് പറയിക്കും, ജനങ്ങളോട് ചേർന്ന് പറയിക്കും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ ബോധ്യം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുക. യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെ കരുതുന്നുണ്ട്, ദൈവം എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കുന്നവനാ. പക്ഷേ അവിടെ നമ്മൾ ചോദിക്കും, ഈ രോഗമൊന്നും വേണ്ടയല്ലോ, ദൈവം എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഈ രോഗമൊന്നും വേണ്ടയല്ലോ. അവിടെ നിങ്ങൾ തിരിച്ചൊന്ന് ചോദിച്ചേ, ദൈവമേ, അവിടുന്ന് ദൈവമായിട്ട് ഈ 33.5 വയസ്സിൽ എന്തിനാ മരിച്ചേ? അവിടുന്ന് ദൈവമാണെങ്കിൽ ഈ 33.5 വയസ്സിൽ എന്തിനാ ചാട്ടവാറടിയേറ്റേ? അവിടുന്ന് ദൈവമാണെങ്കിൽ എന്തിനാ ഏദൻ തോട്ടത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞത്? കെരീത് തോട്ടിന്റെ സമീപത്ത് വെച്ച് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, എന്റെ പാനപാത്രം വളരെ ഭാരം നിറഞ്ഞതാ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാ. എനിക്ക് കഷ്ടത വരുന്നത് എന്റെ ആവശ്യമല്ല, ദൈവത്തിന്റെ ആവശ്യമാ. എനിക്ക് സൗഖ്യം വരുന്നത് എന്റെ ആവശ്യമല്ല, ദൈവത്തിന്റെ ആവശ്യമാ. ഞാൻ ജനിച്ചത് ദൈവം അയച്ചിട്ടാണെങ്കിൽ എനിക്ക് മരണവും ദൈവത്തിന്റെ സന്നിധിയിൽ നിശ്ചയമാ. ഈ ബോധ്യത്തിലേക്ക് വരട്ടെ. മൂന്നാമത്തെ ആശയത്തിലേക്ക് വരണം. നമ്മളെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നതായ ഒരു ദൈവമുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും, നിനക്കറിയാമോടാ കുഞ്ഞെ, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചെന്ന്? നിനക്കറിയാമോടാ മോനെ, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചെന്ന്? ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചത് നീ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ, നിനക്ക് നന്മ വരാൻ വേണ്ടിയാ. എന്നിട്ടും നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ ചെയ്തത്? നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഇത് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവൻ ചോദിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടങ്ങളിൽ ഞാൻ നിന്നെ കരുതിയിട്ടും നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ തള്ളിപ്പറയുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ നിന്ദിക്കുന്നത്? നിന്റെ സുഖത്തിന് വേണ്ടി, നീ സുഖിക്കുവാൻ വേണ്ടി നീ എന്നെ എന്തിനാ ഇങ്ങനെ തള്ളിപ്പറയുന്നത്? ഇവിടെ വെച്ച് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പാടിയ ഈ രടികൾ ഒരിക്കൽ കൂടെ പാടാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും. ഞാനിവിടെ 4 മാസം 5 മാസക്കാലം ജീവിച്ചപ്പോഴ് ഇവിടെ സെക്യൂരിറ്റികളായിട്ട് ഇവിടെ കുറെ സഹോദരങ്ങളുണ്ട്. ഈ സഹോദരങ്ങളുടെ പ്രധാന ജോലികളിലെ ഒരു ജോലി എന്താണെന്ന് ഞാനിവിടെ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുന്നവരെ പള്ളിക്കകത്തുനിന്ന് പുറത്താക്കലായിരുന്നു അവരുടെ ജോലി. എന്താ കാര്യം എന്നറിയാമോ? ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് ആധ്യാത്മികതയല്ല. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടെ പൂർണ്ണമാക്കി നിർത്തട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ആളുകള് ഈ ദേവാലയത്തിന്റെ വിശുദ്ധിക്ക് വിപരീതമാ. എവിടെയെങ്കിലും ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എവിടെ പോവാണെന്ന് ചോദിച്ചാൽ ഞാൻ പരുമല പള്ളിയിൽ പോകുകയാ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് രുചിച്ചറിയുവാൻ കഴിയാതെ വ്യർത്ഥമായ നമ്മുടെ ലോകത്ത് തന്നെ ചിലവഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ദൈവത്തിന്റെ സ്നേഹം. ഈ സ്ത്രീ പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്, കാരണം ആ നീതിമാൻ കാരണം ഞാൻ ഇന്നലെ രാത്രിയിൽ, ഇന്ന് സ്വപ്നത്തിൽ ഏറെ കഷ്ടങ്ങൾ അനുഭവിച്ചു. 4-ാമത്തെ ആശയോടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിച്ചു കൊള്ളാം. ഇവൻ ഈ കഷ്ടം അനുഭവിച്ചത് മുഴുവനും, ഇവൻ ഈ കാൽവറിയിൽ നിൽക്കുന്ന മുഴുവനും, ഇവൻ എന്റെ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന മുഴുവനും അവന്റെ വിശ്വസ്തതയുടെ ഭാഗമാ. അവൻ തന്റെ പിതാവിനോട് കാണിക്കുന്ന
നമ്മളോട് കാണിക്കുന്ന വിശ്വസ്തതയുടെ ഭാഗമാ. നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്തകൂടെ ഒന്ന് കടന്നു വരുവാനായിട്ട് ഇടയാകണം. യേശുദമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, എന്റെ പാനപാത്രം ഒത്തിരി പ്രയാസം നിറഞ്ഞതാ, എന്റെ പാനപാത്രം ഒത്തിരി വേദന നിറഞ്ഞതാ, എന്നാലും ഞാനിത് സഹിക്കുക. കാരണം എന്റെ പിതാവിനോടുള്ള എന്റെ വിശ്വസ്തത. ഈ വിശ്വസ്തത നമുക്ക് സഭയോടും ഈ കുരിശിനോടും ഈ കഷ്ടാനുഭവത്തോടും ജീവിക്കുന്നവനായ അഭിനന്ദ തിരുമേനി ഓർപ്പിച്ചതുപോലെ പുനരുത്ഥാനം ചെയ്ത് ജീവിക്കുന്നവനായ ക്രിസ്തുവിനോടും ഉണ്ടാകണം. അങ്ങനെ യഥാർത്ഥമായിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യതയിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഒരു കഥ 1993 വായിച്ച ഒരു കഥ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. ആ കഥയുടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊള്ളാം. 2 സഹോദരങ്ങൾ, ഒരു മാതാപിതാക്കൾക്ക് ജനിച്ച ഇരട്ട സഹോദരങ്ങൾ. അതിലെ മൂത്ത പുത്രൻ നല്ലവനായി ജീവിച്ചു. രണ്ടാമത്തെ പുത്രൻ ലോകത്തിന് തിന്മകൾ ചെയ്തുകൊണ്ട് ജീവിച്ചു. മൂത്ത പുത്രൻ എത്ര പറഞ്ഞിട്ടും ഇളയപുത്രൻ ദൈവത്തെ അറിയുവാനോ ദൈവത്തിന്റെ ഇഷ്ടനായിട്ട് ജീവിക്കുവാനോ ശ്രമിച്ചില്ല. അവൻ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായി. രണ്ടുപേരെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല. ഇളയപുത്രൻ ലോകത്തിന് തിന്മ ചെയ്തെങ്കിൽ മൂത്തപുത്രൻ ലോകത്തിന് നന്മ ചെയ്തു. ഇളയപുത്രൻ ഒരു ദിവസം മദ്യഷാപ്പിൽ കയറി മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കമായി കുപ്പി പൊട്ടിച്ച് മറ്റൊരാളുടെ നെഞ്ചത്തിലോട്ട് കയറ്റി. അവൻ അവിടെ നിന്ന് ഓടുകയാ. തന്റെ ശരീരത്തിൽ രക്തം പുരണ്ടിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് ഓടി 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 തന്റെ ജ്യേഷ്ഠന്റെ അടുക്കൽ വന്നു. ജ്യേഷ്ഠന്റെ അടുക്കൽ വന്നിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, സഹോദര, ഞാൻ അറിയാതൊരു തെറ്റ് ചെയ്തു. നീ എന്നാ ചെയ്തു? ഞാൻ ഇവിടുത്തെ ധനികനായ ഒരു മനുഷ്യന്റെ മകനെ കൊന്നു. അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ അകത്തുപോയി നിന്റെ വസ്ത്രം ഊരി വെച്ചിട്ട് കുളിച്ച വല്ലതും കഴിക്കാൻ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ പോലീസുകാരെത്തി. ജ്യേഷ്ഠ സഹോദരൻ അനിയന്റെ വസ്ത്രം എടുത്ത് ധരിച്ചു. അവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ജയിലിലായി. കൊലമരത്തിന്റെ സമീപം എത്തിയപ്പോൾ പോലീസുകാർ ചോദിച്ചു, അല്ലെങ്കിൽ ജയിൽ അധികാരികൾ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, ഒരാഗ്രഹം എനിക്ക് അവശേഷിക്കുന്നു. എന്റെ സഹോദരന് ഒരു കത്തയക്കണം. അവൻ ആ കത്തിങ്ങനെ എഴുതി, സഹോദര, നിന്നോട് ഞാൻ പല പ്രാവശ്യം ഉപദേശിച്ചു, നീ എന്റെ വാക്കുകൾ കേട്ടില്ല. ഞാൻ നല്ലവനായി ഭൂമിയിൽ ജീവിച്ചു, നീയോ തിന്മപ്പെട്ടവനായി ജീവിച്ചു. ഇനി നിനക്ക് വേണ്ടി ഞാൻ കുരിശിൽ മരിക്കുന്നു, ഞാൻ കഴുമരത്തിൽ മരിക്കുന്നു. എനിക്ക് പകരം നീ ഈ ഭൂമിയിൽ ജീവിക്കണം. ഞാൻ നിനക്ക് വേണ്ടി കഴുമരത്തിൽ മരിക്കുന്നു, നീ എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കണം. ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനോട് അവസാനമായിട്ട് ഒറ്റ വാചകം പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. This much I love you. This much I love you. You are here for me. എനിക്ക് വേണ്ടി നീ ഭൂമിയിലായിരിക്കണം. എനിക്ക് വേണ്ടി നീ ഭൂമിയിലായിരിക്കണം. നിന്നെ കണ്ടാ തിരിച്ചറിയത്തില്ല, നീ എന്റെ കൂട്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ ഭൂമിയിലായിരിക്കണം. ഞാൻ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചതെല്ലാം ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പാടിയ പാട്ട് ഒരിക്കൽ കൂടെ പാടി നമ്മുടെ ധ്യാനം അവസാനിക്കാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ഈ പ്രതിജ്ഞ നമുക്ക് നിറവേറ്റുവാനായിട്ട് ഇടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ കറുപ്പ് അണിഞ്ഞ് ദൈവത്തോട് ഒപ്പം ദുഃഖം അനുഭവിക്കുവാനും ദൈവത്തെ യഥാർത്ഥമായി കണ്ടുകൊണ്ട് മാനസാന്തരപ്പെടുവാനും ദൈവത്തെ സ്വീകരിക്കുവാനും ഇടയായിത്തീരട്ടെ. കുരിശിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ചെല്ലെത്തുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. സൃഷ്ടാവിനെ തിരിച്ചറിയുവാൻ, സൃഷ്ടാവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സൃഷ്ടികളെ കരുതുവാൻ, നമ്മളെ യഥാർത്ഥമായും തിരിച്ചറിയുവാൻ, ദൈവത്തോട് വിശ്വസിച്ച് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതിന് ഒരവസരം തന്ന വന്യരായ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകം ഞാൻ ആദ്യമായിട്ട് ഓർപ്പിച്ച പോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മാർത്ഥമായി പരിചയപ്പെടുകയും എന്നെ ഒത്തിരി സ്നേഹിക്കുകയും ചെയ്യുന്ന അഭിമന്യ ദേവോദോസ്യോ സിരിമേനോടും, ഞാൻ സഭയിലെ പിതാവാണെങ്കിലും സ്വന്തം പിതാവിന്റെ സ്ഥാനം നൽകി സ്നേഹിക്കുന്ന അഭിമന്യ ദേവോ സിരിമേനോടും ഈ സെമിനാരിയുടെ എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ